എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നേ വരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട്. ഇപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു, ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ചാൻസുകൾ കൊടുത്തില്ല. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ അഭിനയിക്കുന്നില്ല. അത് ആളുകള് അവർക്ക് ഞാൻ ജോമോളുടെ ചോയ്സ് ആയിരുന്നു. ഇത് അങ്ങനെയല്ലേ, ഇത് പാർവതി വളരെ കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷയായി വളരെ ആക്റ്റീവാണ്. പക്ഷെ അവരിപ്പോ അവരഭിനയിച്ചിട്ട് ശേഷം നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റി നമുക്ക് അത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് പേരിൽ ആർക്കും അവസരം ലഭിക്കാതിരുന്നിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നല്ല ജോമോളുടെ അനുഭവം പറയാൻ പറ്റുള്ളൂ, ജനറലി ഇത് പറയാൻ പറ്റില്ല. മറുപടി പറയേണ്ടത് അങ്ങനെയാണ്. ജോമോൾ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് അനുഭവമില്ല, എനിക്കെന്നല്ലോ പറയുന്നത്. അത് ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ടേ പറയാം. അപ്പൊ അങ്ങനെയാണോ മറുപടി പറയുന്നത്? അല്ല, എനിക്ക് എന്റെ അനുഭവം പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് സഹപ്രവർത്തകർ ഒരുപാട് പേരുണ്ട്, ഇത്തരം അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവരെ പറ്റി കേട്ടിട്ടുണ്ടാവാം. അല്ലാതെ പക്കെ ഇങ്ങനെ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല പോകുന്നത്. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവത്തില്ലായിരുന്നു. അതല്ലേ സിദ്ദിഖ പറഞ്ഞത്, അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മൾ അവരുടെ കൂടെ കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റുക? പത്രത്തിൽ വന്നതല്ലേ കേട്ടിട്ടുള്ളൂ. അല്ല അടക്കം വിവരാവകാശ രേഖ ഫയൽ ചെയ്തിട്ടാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് സർക്കാരിന്റെ കയ്യിലായിരുന്നു. അതൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് ഒന്ന് പുറത്തു വരണം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു RTI എങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ഒരു നിർദ്ദേശമോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ രണ്ടും ആവശ്യപ്പെട്ടില്ല. റിപ്പോർട്ട് ഞങ്ങൾക്ക് വായിക്കണമെന്നും പറഞ്ഞിട്ടില്ല, റിപ്പോർട്ട് പുറത്ത് വിടരുതെന്നും പറഞ്ഞിട്ടില്ല. റിപ്പോർട്ട് വന്ന സമയത്താണ് ഇത് വായിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനെ കുറിച്ചാണ് നമ്മൾ പ്രതികരിച്ചത്. ഇത്രയും സമയം ഒറ്റ ചോദ്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം അറിഞ്ഞത്. പക്ഷേ ഇത്രയും നാളായിട്ട് അമ്മ എന്ന സംഘടന, താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആ സംഘടന എന്താണ്, അവരുടെ പ്രസക്തി എന്താണ്? നിങ്ങള് ഈ ഹേമ കമ്മിറ്റി ചോദ്യം ചോദിച്ച ആരോട് ഒന്ന് പറയാൻ അനുവദിക്കോ? ഈ ഹേമ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ളതിന് പ്രസക്തി. ഞങ്ങളുടെ അമ്മയിലുള്ള 506 മെമ്പേഴ്സിനെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 99% പേരോടും ഞങ്ങൾ ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചപ്പം ആരും അറിഞ്ഞിട്ടില്ല. അല്ലെന്ന് പറയണേക്കോ, നിങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. അല്ല, അമ്മ അത് കേൾക്കും, നിങ്ങളത് കേൾക്കും. അല്ലല്ല, അങ്ങനെ സംസാരിക്കുന്നത് ഇത് അല്ലല്ല, ഇത് കേൾക്കും. ഇത് ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, നിങ്ങളിത് കേൾക്കും. ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, സിനിമ ഒന്ന് പറഞ്ഞോട്ടെ, സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി, സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അതിനകത്ത് മെയിൻ വിഷയമാണ് അവര് വിളിക്കുന്നവരെ ഇന്റർവ്യൂ. അത് മര്യാദയുള്ളത്. ആ ചോദ്യം അമ്മയുടെ പ്രസക്തി അമ്മയുടെ അംഗങ്ങൾക്കറിയാം. അമ്മയുടെ അംഗങ്ങളോട് ആ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ലല്ല, ആരോടാ ചോദിച്ചതെന്ന് അറിയാവുന്ന അദ്ദേഹത്തിനോട് ചോദിച്ചത്. നമുക്കറിയില്ലല്ലോ ആരോടാ ചോദിച്ചത്. അമ്മയുടെ പ്രസക്തി എന്താണ്? പിന്നെ ഏതാ അമ്മയുടെ പറഞ്ഞേ? അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് ഹേമ കമ്മിറ്റി ആരാണ് പറഞ്ഞത്?
വന്നപ്പോഴാണ് നാട്ടിലെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം ബോധവാന്മാരായത് ആണല്ലോ. അത് സംബന്ധിക്കുന്നുണ്ടല്ലോ. അല്ല അല്ല, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ അമ്മ എന്ന സംഘടന പ്രസക്തി എന്താണ്? അല്ല, അമ്മയില്ല, ആരും പരാതി പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. 94 മുതൽ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അമ്മ. ആ അമ്മ അമ്മയിലെ അംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ ഇതൊരു വിഷയം അവിടെയല്ല, അമ്മയിലെ അംഗങ്ങളായവർ പരാതിപ്പെട്ടാലേ നമ്മൾ അറിയുള്ളൂ. ഈ തിലകനടക്കമുള്ള പവർ കമ്മിറ്റിക്ക് ഒരു പരാതി പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ സുഹൃത്തെ, ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. തന്ന പരാതികൾ പലതും പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഒറ്റ പരാതി അത് അബദ്ധം പറ്റില്ലായിരിക്കും. അതെന്ത് എങ്ങനെ ആർക്കബദ്ധം